ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ നിർത്തിയിട്ടിരുന്ന സ്ഥലത്തുനിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നമ്മൾ കാറിൽ തന്നെ കിടന്നുറങ്ങി. ഇപ്പം നമ്മൾ പിന്നെയും പതുമിലേക്കുള്ള യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇന്നലെ നൈറ്റ് നമുക്ക് കാണാൻ പറ്റാത്ത പല വ്യൂവും നമുക്കിപ്പോൾ കാണാം. കുറേ വില്ലേജുകളൊക്കെ നമുക്ക് ഇപ്പോൾ കാണാം. വണ്ടി ഓടിക്കുന്നത് സ്പൾബറുമായിരിക്കും മാറി പ്രതീക് സാറായിരിക്കും. രാവിലെ ഉറക്കം ഉടനെ ഓഫ് റോഡ് എന്താല്ലേ ഏതാ ലൈഫ്. അങ്ങനെ ഗായ്സ് നമ്മൾ പതുമിൽ എത്തിച്ചേർന്നിരിക്കുന്നു. വില്ലേജ് പതും. നോക്കിയും കണ്ടും ഒന്നില്ലെങ്കിൽ നിങ്ങൾ പെടും ഗായ്സ്. ഇതാണ് ഈ പെടും. എൻ്റെ അമ്മ ഇവിടെ എത്തിപ്പെടാനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗൺ ആണ് കേട്ടോ. ഇപ്പൊ വന്നതിൽ അത്യാവശ്യം വലിയൊരു ടൗൺ. അങ്ങനെ ഗായ്സ് നമ്മളിപ്പോൾ പതുമിലെത്തിയിട്ടാണുള്ളത്. നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയതാണ്. ഇത് ഓംലെറ്റും അതേപോലെ തന്നെ ആലു പൊറോട്ടയാണ് കഴിക്കുന്നത്. പിന്നെ സമൂസ ഒരു 10 രൂപ പോലത്തെ സാധനമുണ്ട്. ഇതെന്താണെന്നറിയില്ല. ഇതെന്താണ്? ഇതൊരു അച്ചാറാന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് അവർ തന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പതും വില്ലേജിലാണ്. ഇതാണ് അവരുടെ മെയിൻ ടൗൺ പതുമിൻ്റെ. അതായത് ഈ ജംഗ്ഷനിലാണ് നമുക്ക് 3 വഴിയാണ് പതുമിലേക്ക് വരാൻ പറ്റുന്നത്. ഒന്ന് കാശ്മീർ വഴി പതുമിലേക്ക്, ഒന്ന് ലേ വഴി, ഒന്ന് മണാലി വഴി. ആ 3 വഴി വരുന്നതും ജോയിൻ ചെയ്യുന്നത് ഈ ജംഗ്ഷനിലേക്കാണ്. അതായത് നമ്മൾ ഇന്നലെ വന്നത് ഈ വഴിയാണ്. കാശ്മീർ വഴി വരുവാണെങ്കിൽ ഇതിലായിരിക്കും. കാശ്മീർ വഴി പതുമിലേക്ക്. ഈ നേരെ കാണുന്നതെന്ന് പറഞ്ഞാൽ ലേയിലേക്കുള്ള വഴിയാണ്. ഇത് മണാലി വഴി പതുമിലേക്കുള്ള വഴി. നമ്മളിവിടെ റൈഡേഴ്സിനോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എല്ലാ റോഡും ഒന്നിനൊന്നും മെച്ചമാകുന്ന രീതിക്കാണ് ഇവർ പറഞ്ഞത്. കാരണം എല്ലാം ഓഫ് റോഡും കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള റോഡാണ്. അപ്പോൾ നമ്മൾ ഈ കാശ്മീർ വഴി പതുമിലേക്ക് എത്തുന്നത് ഇന്നലെ നിങ്ങളെ കാണിച്ചു തന്നു. ഇന്ന് നമുക്ക് പതുമിന്ന് ലേയിലേക്കുള്ള വഴിയും കൂടി നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പതുമിലേക്ക് വരാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് രാവിലെ തന്നെ അവിടെ നിന്ന് തിരിക്കേണ്ടതാണ്. പറഞ്ഞ 3 സ്ഥലത്തുനിന്ന്. കാരണം ഇങ്ങോട്ട് നിങ്ങൾ ഇന്നലെ കണ്ടില്ലേ നമ്മൾ വന്നത്. ഏകദേശം 6-7 മണിക്കൂർ പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഇപ്പോഴാണ് എത്തിയത് ശരിക്കും. അപ്പോൾ വരുന്ന വഴിക്കാണെങ്കിൽ നമുക്ക് ഫുഡിനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കരുതിയിട്ട് വരുവാണെങ്കിൽ നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓഫ് റോഡാണ്. കണ്ടില്ലേ ആ വണ്ടിക്കൊക്കെ എന്തൊരു സ്പീഡാന്ന് കണ്ടില്ലേ. കണ്ടിട്ട് കൊതിയാവുന്നത് നാട്ടുകാരെ സർവ്വസാധാരണ. ഗൈസ് വളരെ ചെറിയ വഴിയാണ് കേട്ടോ ഇത്. കഷ്ടിച്ച ഒരു വണ്ടിക്കൊക്കെ പോകാനുള്ളൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഒരു സൈഡിൽ ഫുള്ള് മൂഴ്ന്ന് വീണിട്ടുള്ള കല്ലുകളൊക്കെ ഉണ്ട്. മറ്റേ സൈഡിലാണെങ്കിൽ നല്ല താഴ്ചയാണ്. താഴെ എന്തോ പുഴയൊക്കെ പോലെ കാണുന്നുണ്ട്. പുഴയാണോ എന്താണെന്നുള്ള മനസ്സിലായിട്ടില്ല. നമുക്ക് നോക്കാം കേട്ടോ. ഗൈസ് ഇതാണ് അവസ്ഥ. വണ്ടി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു നമ്മൾ. അവർ നമുക്ക് പോകാനായിട്ട് കല്ലൊക്കെ മാറ്റി തരുന്നുണ്ട്. ഇവിടെയൊക്കെ പണിയെടുക്കേണ്ട മിനിമം ഇത്രയെങ്കിലും വേണ്ട കഴിവ്. നമ്മളിത് ഒരു മലയിലേക്ക് അടുത്ത മലയിലേക്ക് കയറുവാണ്. ഇത് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ്. ബ്രിഡ്ജിന്റെ പേരെന്ത് എഴുതിയിട്ടുണ്ടെന്ന്? ക്ലിമ ബ്രിഡ്ജ്. ഇവിടെ ലെഫ്റ്റ് ചേർത്തെടുത്തു.
എന്റെ പൊന്നോ, എന്റെ വഴി എന്താന്നടേ. അടുത്ത് തീരുന്നില്ല. BROന്റെ വക പിക്കപ്പ് ലൈൻ. ഈ BRO പിക്കപ്പ് ലൈൻ്റെ ആളാണ് പറഞ്ഞു. വരുന്ന വഴിക്ക് ഒരുപാട് പിക്കപ്പ് ലൈൻ കണ്ടു ഇവരുടെ വക. പക്ഷെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. താഴ്വാരം രാത്താരം ഉന്മാദം തൂകും നേരം പാരാകെ ചേക്കേറാ നീയും ഞാനും ചെമ്മാനം താനേ മാരിക്കാറായി മണ്ണിൻ മേലെ പെയ്യും കാൽത്താളം. ലാൻഡ്സ്ലൈഡ് അല്ലേ ഇവന്മാരുണ്ടാക്കി ലാൻഡ്സ്ലൈഡ് ആയത്. ഇവന്മാരെ മണ്ടയ്ക്ക് നടത്തി കയറുമ്പോഴേ താഴേക്ക് ആ വടി കൊണ്ട് ഒരു തട്ടി താഴത്തേക്ക് ഇടുന്ന. എമ്മാരി ക്ലിയർ ആണല്ലോ. അത്രയും കണ്ടാ നീല കളർ വെള്ളമുണ്ടല്ലോ. കാര്യമില്ല, ചളിവെള്ളത്തിനൊക്കെ പോകുന്നു. നമ്മൾ ഈ മലയോടും ബായ് പറഞ്ഞ അടുത്ത മലയിലോട്ട് കയറുകയാണ്. BRO എന്താ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഐസ് ആൻഡ് സ്നോ, ടേക്ക് ഇറ്റ് സ്ലോ. അന്ന് മോനെ രാവിലെ അങ്ങാ തട്ടിയല്ലോ ഓട. അപ്പൊ നമ്മളെ വണ്ടി ഒന്നുകൊണ്ട് എങ്ങനെയാണ് ചെങ്ങായി മാറ്റുന്നത്. ഒരൊറ്റ ഒന്ന് പണിയെടുക്കുന്നില്ല, രണ്ടെണ്ണത് മണ്ണ് മാറ്റിയ ബാക്കിയുള്ളൊക്കെ നോക്കി. കൊറേ നേരിട്ട് നമ്മൾ കാണുന്നുണ്ട്. കൂട്ടത്തിൽ ഒരാൾ മാത്രം പണിയെടുക്കും, ബാക്കിയുള്ളവരൊക്കെ ഇതേപോലെ ഇങ്ങനെ. ഗായ്സ്, നമ്മളിപ്പോൾ ലേയിലേക്കുള്ള വഴിയിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മുന്നിൽ 2 പാസ്സാണുള്ളത്, സിർസില പാസും സിംഗുല പാസും. ഇതാണ് നമ്മൾ വന്ന വഴി. നമ്മളിപ്പോൾ സിംഗുല പാസിലാണ് എത്തിയിരിക്കുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ളത്. എത്ര ഫീറ്റാടാ? 15,700 ഫീറ്റാണ് ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ്. ഇനി നമുക്ക് ഒരു പാസ് കൂടെ കവർ ചെയ്യാനുണ്ട്. ഇവിടെ അധികം നേരം നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഈ ഓക്സിജൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. നമ്മൾ അടുത്ത പാസിലേക്ക് നീങ്ങും. മൗണ്ടൻ സിക്നസ് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇവിടെ കുറേ ടൈം നമുക്ക് എന്തായാലും നിൽക്കാൻ പറ്റില്ല. സംഭവം മൊത്തം രോമൊക്കെ എടുത്തിട്ടുള്ള യാക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ 2 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മൾ അടുത്ത പാസിലെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ സിർസില പാസിലെത്തിയേക്കാണ്. 15,700 ഫീറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്ര ആൾട്ടിറ്റ്യൂഡിലാണുള്ളത്. അനുവിന് വയ്യ, അനു ക്ഷീണിച്ച്. അനു നേരെ കാറിലേക്ക് പോവാം. ഇനി നമ്മൾ ഇതുവരെ വന്ന വഴി ഒന്ന് കാണിച്ചു തരാം. ഓഫ് റോഡ് ആയതുകൊണ്ട് ഫുള്ള് ക്ഷീണം പിടിച്ചു പോയി. അതിനകത്തിരുന്ന് വരുന്ന വഴിക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റും. ഈ വഴിയാണ് നമ്മൾ വന്നത്. നേരത്തെ നമ്മൾ കാണിച്ച പാസ് ഈ കാണുന്നതാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഈ വഴിയും കാര്യങ്ങളൊക്കെ. ഇതാണ് ഇവിടുത്തെ വ്യൂ. അപ്പോൾ ഗായ്സ്, നമ്മൾ ലേ മണാലി ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. കുറേ നേരത്തിന് ഓഫ് റോഡിന് ശേഷം നല്ലൊരു റോഡ് കിട്ടിയിട്ടുണ്ട്. ഇതിനി എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല, പോയി നോക്കാം. ഗായ്സ്, നമ്മളിപ്പോൾ മാഗ്നറ്റിക് ഹില്ലിലാണുള്ളത്. ഇപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ന്യൂട്രൽ ഇട്ടേക്കുവാണ്. ന്യൂട്രൽ വണ്ടിയില്ല,
വണ്ടി ന്യൂട്രലുള്ളത്, ഇറക്കത്തിലുള്ളത്. ആ കുറച്ച് ഇറക്കത്തിലും കൂടിയാണ് ഉള്ളത്. വണ്ടി താനേ ബാക്കിലേക്ക് പോകുന്നത്. രണ്ട് കാലും മാറ്റി വെച്ചേക്കുന്ന വണ്ടി താനേ ബാക്കിലേക്ക് പോകുക. സുഖമുണ്ടായി പരിപാടി. എന്താ വൈബ് വണ്ടി. ഇതൊരു ഇറക്കത്തിലും കൂടിയാണെന്ന് ഓർക്കണം. അടിപൊളി അടിപൊളി. റിവേഴ്സിലിട്ടാ പോലും ഇത്രയും സ്പീഡ് പോയില്ല. പോകുന്നതിന് ബാക്കോട്ട് പോകുന്ന സ്പീഡ് കൂടുക അല്ലേ? മാഗ്നറ്റിക് ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളിപ്പം ലഡാക്കിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇന്ന് നേരത്തെ എത്തി, കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ ആയി, 8:30 എത്തുമ്പോൾ. ഇന്ന് നേരത്തെ എത്തിയതുകൊണ്ട് നമ്മളൊരു റൂം എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ മോർണിംഗ് ആണ് ബാക്കിയുള്ള സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ജസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്പോട്ട് തപ്പി നടക്കുകയാണ് ലഡാക്കിൽ. ഇവിടെയുള്ള കുറേ നല്ല ആചാരങ്ങളും കുറേ നല്ല ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഞാൻ ഫുഡ് കഴിച്ച് വരുന്ന വഴിക്ക് കാണിച്ചു തരാം. നമ്മൾ ഹോട്ടൽ തപ്പി നടന്നതായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് നോക്കുമ്പോൾ ഇവിടുന്ന് ഭയങ്കര പാട്ടും ബഹളമൊക്കെ കേട്ടിട്ട് നമ്മൾ അവിടെ ഒന്ന് നിന്നതായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ വന്നിട്ട് ഞങ്ങളെ വിളിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു പാർട്ടി നടക്കുമായിരുന്നു. ഒരു മിലിറ്ററി ഓഫീസറിൻ്റെ റിട്ടയർമെൻറ്റ് പാർട്ടി ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്വീകരണമായിരുന്നു അവർ. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് വിളിച്ച് കയറ്റി എന്നിട്ട് അവിടെ നിന്ന് ഡാൻസൊക്കെ കളിപ്പിച്ചിട്ടാണ് അവർ വിട്ടത് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ അവിടുന്ന് അവരുടെ കൂടെ ഡാൻസ് ഒക്കെ കളിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ച അവരുടെ പരിപാടിയല്ല, അവരെ എൻജോയ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. ഫുഡ് പിന്നെ ഞങ്ങൾ റൂമിൽ വന്നിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഫുഡിന് ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും ബട്ടർ നാനും ഒക്കെ ആയിരുന്നു ഉള്ളത്. അപ്പം ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കിടക്കാൻ പോയി. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.